ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഫസ്റ്റ് കാണാനായിട്ട് ലുലു മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി റെഡി ആയിട്ടോ. വേഗം ചടപടയെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് എല്ലാവരും കൂടി ഇറങ്ങി. ഈ ഒരു കാറിൽ ഞങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ആരാധുവിന് പ്രത്യേകം സീറ്റ് ബാക്കിൽ കൊടുത്തിരുന്നു, ഡിക്കിയിൽ ആൾക്ക് പ്രത്യേകം സീറ്റ് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ തിരക്കേറിയ റോഡിൽ അതിലും തിക്കി തിരക്കുമായി ഞങ്ങളുടെ യാത്ര തുടർന്നു. പക്ഷേ ഈ യാത്രയിലും ഉണ്ട് കേട്ടോ ഒരു സുഖം. ഇങ്ങനെ തിരക്കിയിരുന്നാലും എല്ലാവരും ഫുൾ ഫോമിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമൊന്നും ആരുടെ മുഖത്തും ഇല്ല. എല്ലാവരും നല്ല ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. കുറേ ഈ ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യണം. പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. സാധാരണ എല്ലാ ട്രിപ്പ് പോലെ ഇതും പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ ഈ ഫൈനലി ഞങ്ങളുടെ ട്രിപ്പ് ഇപ്രാവശ്യം നടന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സന്തോഷവും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള പാട്ടും ഡാൻസൊക്കെ ഉണർന്നു. ആ കാറിൻ്റെ ഇടയിൽ തിക്കിലും തിരക്കിലും ഞങ്ങൾ ഫുൾ വൈബിലാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ലുലു മോളിലെത്തി. ഇപ്പോൾ പാർക്കിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരാധു വന്ന് എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തഗ്ഗടിച്ചിട്ടും അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു കിട്ടാം. പിന്നെ നമ്മുടെ പരിപാടിയാണ് തുടങ്ങി, ഫോട്ടോ സെക്ഷൻ. നമ്മൾ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാനാണല്ലോ വരുന്നത്. പിന്നെ ഇവർ പല പോസിലും നിൽക്കും. അതിൻ്റെ ഇടയിൽ ഈ രണ്ടെണ്ണം ഉണ്ട്, അവരാണ് കിട്ടാത്തത്. അതിൽ സാത്തക്കുട്ടനെ കിട്ടണില്ല. അപ്പം ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സാത്തുവിൻ്റെ പണി നോക്കി പോയിട്ടോ. അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ ആരാധു ചോദിക്കുന്നുണ്ട് ഇത് മേടിച്ച് തരുമോ അത് മേടിച്ച് തരുമോ പറയുന്നുണ്ട്. അവൾ തൊടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ പറയുന്നുണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളെ നൈസായിട്ട് അവിടെ നിന്ന് കൊടുന്നു. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എന്തൊക്കെ മേടിക്കുന്നവരും പിടുത്തുമില്ല. പിന്നെ ഇവർക്ക് പാട്ടൊന്നും വേണ്ട ഡാൻസ് കളിക്കാൻ. അവർ അവരുടേതായിട്ടുള്ള ട്യൂണിടും സ്റ്റെപ്പിടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവരുടെ ഫൺ മൊമെൻറ്റ്സ്, ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ നമ്മുടെ സനുമാമൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രദേഴ്സ് കൈ പിടിച്ച് പോണ റൂട്ട് ശരിയല്ല. അപ്പം നമ്മളെ ഓരോരുത്തരായിട്ടാണ്ട് എടുത്തു. അങ്ങനെ ഇല്ലാത്ത കഥകളും പറഞ്ഞ് കുട്ടികളെ പറ്റിച്ച് കൊണ്ടുകൊണ്ടിട്ട് നമ്മുടെ സ്വന്തം മേമ ഇടയ്ക്ക് അവരുടെ ഷോപ്പിലേക്കുള്ള ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. എവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടില്ല. നമ്മൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് പോട്ടോ. അപ്പം അങ്ങനെ പിന്നെ മൂന്നാളെ നിർത്തിയിട്ടുണ്ട്. അപ്പം മൂന്നാളും 3 പോസിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ണട വെക്കണോ വെക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അവർ. അങ്ങനെ മൂന്നാളും 3 പോസിൽ നിന്നാലും നമ്മുടെ ഫോട്ടോസ് ഗഡുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് വീഡിയോസും ഒക്കെ എടുത്തുന്നു. സനുമാമൻ പറഞ്ഞ പോസ് പുറമേ അവരുടേതായിട്ടുള്ള പോസുകളും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം നടക്കാൻ ആരൂട്ടനെ നിലത്തിർത്തിയിട്ടോ. അപ്പോൾ അമ്മയും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കൈ വിട്ടാൽ പിന്നെ ആശാൻ ഓടും. അപ്പോൾ അവനെങ്ങനെ പിടിച്ചും കൊണ്ടാണ് നടക്കണത്. ഇല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് വാങ്ങിച്ചു കൂട്ടാന്ന് ഒരു പിടുത്തൂല്ല. അതേമാതിരി ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോയൊക്കെ കണ്ടു. യുവിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ വാശി പിടിച്ചിട്ടോ. ഞങ്ങൾ നൈസായിട്ട് ഓരോന്ന് പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്തേ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അവസരം ഞങ്ങൾ പാഴാക്കിയിട്ടില്ല കേട്ടോ. എവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയോ അവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കും കേട്ടോ. ഗേൾസ് ടീമിനോട് പിന്നെ ആരും പറയേണ്ട ഫോട്ടോ എടുക്കാൻ വിളിക്കാൻ. അവർ തന്നെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അവരുടേതായിട്ടുള്ള പോസുകളൊക്കെ ഇടും കേട്ടോ. നേരെ മറിച്ച് ഈ ബോയ്സിനെയാണ് കിട്ടാൻ പണി. അവർ ഫോട്ടോ എടുക്കാനും കിട്ടില്ല, അവരെ നിൽക്കാനും കിട്ടില്ല. അപ്പം നല്ല ക്യൂട്ടായിട്ടൊരു ടെഡി ബെയർ കണ്ടു കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കാണാം. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാത്തൂട്ടനെ ഒന്ന് നിർത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ആശാനെ കിട്ടണ്ടേ. അവൻ ഏതി കൂടെ ഓടിയെന്ന് ഒരു പിടുത്തുമില്ല. പിടിക്കാൻ ചെന്നാൽ അവൻ്റെ തുള്ളിയിട്ട് ഓടുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ ഓട്ടം കാണാനും. വേണ്ട വിട്ടു സതു അങ്ങോട്ട് ഓട്. നമ്മൾ അവനെ പിടിക്കാറായെന്ന് കണ്ട പിന്നെ ആശാൻ്റെ അടവ് ഇതാണ് കേട്ടോ, ചീറി പൊളിക്കുള്ളൂ. അവസാനം സനുവിനെ പിടിച്ചിരുത്തിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാ എല്ലാവരും കൂടിയിട്ട്. പക്ഷെ അവനെ ഇരിക്കാനൊന്നും വയ്യ, അവനെ ഓടിക്കളിക്കണം. അതിന് വാശിങ്ങനെ പിടിക്കുന്നുണ്ട്, അവനെ ഇടയ്ക്ക് കൂക്കി വിളിക്കുന്നുണ്ട്. അവൻ്റെ കുറച്ച് ഫോട്ടോസ് നേരം പോലെ കിട്ടിയുള്ളൂ. അവനെ ഫ്രീ ആയിട്ടാണ് വിട്ടുകൊടുത്ത് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അവനങ്ങനെ ഓടിക്കളിച്ചും കൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അവന് കുറച്ചും കൂടി ഒരു ഉഷാറ് കൂടിയിട്ടുണ്ട്. ഇന്നെന്താണോ ആരുട്ടൻ സൈലൻ്റാണ്, അല്ലെങ്കിൽ അവനും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യൂട്ടോ. പുതിയൊരു സ്ഥലമല്ല, അപ്പോൾ പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാൻ അവൻ കുറച്ച് ബാക്കിലാണ് കേട്ടോ. അവന് ഒന്നുകൊണ്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഞങ്ങളൊരു 11:30-12 മണി ആ ടൈമിലാണ് ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി. അപ്പം നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ.
ആരോട്ടനെയും സാത്തിക്കൂട്ടനെയും ട്രോളിയിൽ ഇരുത്തിട്ടോ, അല്ലെങ്കിൽ അവരെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ അവർ ഏതിനൊക്കെ പോവുക എന്തൊക്കെയാണ് വിളിച്ചിടുക എന്നൊരു പിടുത്തവും കിട്ടില്ല. അപ്പോൾ രണ്ടാളെയും ട്രോളിയിലാക്കി കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ, എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം വെക്കേണ്ട ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നിന്നൊന്നും മേടിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാം ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി കണ്ടിട്ടാണ് പോയത്. എല്ലായിടത്തേക്കും പോയി എല്ലാം സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയത്. ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇങ്ങനെ നടന്ന് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ കണ്ടിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ കൺഫ്യൂഷനായി, ഏതെടുക്കണം, ഏത് ഫുഡ് ഐറ്റം ട്രൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ആർക്കല്ലേ വിശക്കാതിരിക്കുക. മോനും സനും ഏട്ടനും കൂടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടോ. പിന്നെ ആരാധും അനുവും അമ്മും കൂടിയിട്ടൊക്കെ നടന്നിങ്ങനെ പിന്നാലെ നടന്നിട്ടൊക്കെ നോക്കിയിട്ടിട്ട് അവർ ഓരോ ഫുഡ്സൊക്കെ നോക്കുന്നുണ്ട്. ചിലതൊക്കെ അവർക്ക് അറിയില്ല, അപ്പോൾ അവർ വന്ന് ചോദിക്കേണ്ടത് എന്താണെന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, പേരൊക്കെ. അപ്പോൾ ഇവിടെ ഫുഡും മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടിട്ട് പതുക്കെയാണ് ഞാൻ ഫുഡ് കോർട്ടിലേക്ക് പോയത് കേട്ടോ. അതിങ്ങനെ നല്ല രസമുണ്ട് കാണാൻ, കുഞ്ഞേ പോട്ടിൽ നമുക്ക് ഈ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ല കുഞ്ഞേ പോട്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എൻ്റെ കൂടെ സനു ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും സനും കൂടിയിട്ടാണ് ഇതൊക്കെ നോക്കി കണ്ടു പോയായിരുന്നു. മോനും ഏട്ടനും കൂടിയിട്ട് ആദ്യം തന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒക്കെ ചെക്ക് ഇങ്ങനെ എന്താ മേടിക്കേണ്ടത് വെച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കോർട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ കാണാനായിട്ട് നടക്കുകയാണ്. അധികം ആരും ഒന്നും മേടിക്കണില്ല, എല്ലാവരും അധികം പേരും ഇവിടേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ട്രോളി ഇങ്ങനെ അനങ്ങാതെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ രണ്ടാൾക്കും അതിൽ നിന്ന് ഇറങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും ഇങ്ങനെ ചെറുതായിട്ട് വാശി പിടിക്കൽ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റണില്ല എന്നിട്ട് ഞാനും അപ്പം നിന്നു കേട്ടോ. പിന്നെ ആരാധു ഫുഡിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് വരാറുണ്ട്, ഫോണും മേടിച്ചിട്ട് പോയിട്ടാ. പിന്നെ അവളാണ് വീഡിയോസൊക്കെ എടുത്തത്. അവിടെ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും റൈസായിട്ട് നമുക്ക് ബിരിയാണിയും പിന്നെ വേറെ ഏതൊരു ബിരിയാണി ഉണ്ട്, എന്തൊന്നും മലബാർ ബിരിയാണിയും പിന്നെ അത് വേറെ ഏതോ ഒരു ബിരിയാണിയാണ്, അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. രണ്ട് ടൈപ്പ് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അതേമാതിരി ഒരു ഫുൾ ചിക്കനും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കിട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോയിട്ട്, അപ്പോൾ അവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ ടേബിൾ നോക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. പിന്നെ പ്ലേറ്റ് നമ്മൾ അവിടെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ചു. പിന്നെ വെള്ളം അതൊക്കെ അവിടെ നിന്ന് താഴത്തുനിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ടേ വേഗം വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ കുട്ടികളൊക്കെ നന്നായി വിശന്നിരിക്കുകയായിരുന്നു. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഗെയിം സെക്ഷനിലേക്ക് പോകാൻ, ഫണ്ടൂരയിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാവരും നന്നായി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്തത് നമ്മുടെ മെയിൻ പരിപാടിയാണ് ഫണ്ടൂര, അതിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് കുറേ സെൽഫിയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഇനിയാണ് നമുക്കിവിടെ മെയിൻ പരിപാടി. അപ്പോൾ ഏട്ടനും എഴുത്തിയമ്മ ഇതൊക്കെ കുട്ടികളൊക്കെ റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അമ്മ ആദ്യം പറയുന്നുണ്ട് കേട്ടോ, ഞാനൊന്നിലും കയറുന്നില്ല, നിങ്ങളൊക്കെ കയറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അപ്പോൾ അവർക്ക് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഒരു ബുക്ക് കൊടുത്തിരുന്നു, അതിൽ കുറേ ഫൺ ആക്ടിവിറ്റീസ് ഗെയിംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ ബുക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് പിന്നെ ആദ്യം അവരെ ഒരു 1-2 റൈഡിൽ കയറ്റിയിട്ടാണ് പിന്നെ ഞങ്ങൾ കയറിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ബോറടി ആവില്ലേ, പിന്നെ അവർ സമ്മതിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ അമ്മൂനെയും അനുവിനെയും ഈ ബൈക്കിൽ ഇരുത്തിയിട്ടോ, ഒരു റേസ് പോലെ ബൈക്ക് റേസിൽ ഇരുത്തിയിട്ടോ. അപ്പോൾ അനു കുഴപ്പമില്ലാതെ ഓടിച്ചു, അമ്മു നന്നായി ഓടിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അവൾ തന്നെ ചെയ്യാമെന്നാണ്, പിന്നെ മനസ്സിലായത് ബാക്കിലും ഏട്ടൻ അവൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു, അപ്പോൾ ഇങ്ങനെ ചിരിച്ചൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അവൾ വിചാരിക്കുന്നത് അത് കറക്റ്റായിട്ട് പോയിട്ട് പിന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ എല്ലാവരും നന്നായി ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ
ആരുട്ടനാണെങ്കിൽ വണ്ടി കണ്ടാൽ പിന്നെ ഒരു ഭ്രാന്താണല്ലോ. അപ്പോൾ അവൻ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ടോ ആദ്യം തന്നെ അവനെ ഓടിക്കാൻ തരത്തിൽ. അപ്പോൾ ആദ്യം അനു ഇരുന്നപ്പോൾ ആരുട്ടൻ ബാക്കിൽ ഇരുന്നിട്ടോ. അപ്പോൾ അവനെ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ അതിങ്ങനെ കാണിക്കണ്ടായിരുന്നു. പിന്നെ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇങ്ങനെ പോണ് കണ്ടപ്പോഴേ. കുട്ടികളൊക്കെ കുറച്ച് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങോട്ട് കൊടുന്നത്. അതിന് ശേഷം എല്ലാവരും നല്ലൊരു ഹാപ്പിയിലാണ്. എല്ലാവരും ഓടിക്കളിച്ചിട്ട് അതിൽ കയറണം ഇതിൽ കയറണം പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും സമയം പോവും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കാണാം കേട്ടോ. പിന്നെ ചില റൈഡിന് അനുവിനും അമ്മൂനും കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവരുടെ ഏജ് ഡിഫറൻസ്, ഹൈറ്റ് അതൊക്കെ ഉള്ളതുകൊണ്ടേ ചിലതിലൊന്നും അവർക്ക് കയറാൻ പറ്റില്ല. അവർക്ക് കയറണം എന്ന് ആഗ്രഹിച്ച പലതിലും അവർക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതിൽ എല്ലാവർക്കും കയറാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചെറിയ കുട്ടികളുടെ കൂടെ നമുക്കും ഇരിക്കാതില്ലേ. അപ്പം ഞങ്ങളും കയറിയിരുന്നു കേട്ടോ. അനു ആരാധും അമ്മും കൂടിയിട്ട് കുതിരപ്പുറത്താണ് കയറിയത്. അപ്പം അതിങ്ങനെ പോകുമ്പോൾ കുതിര ഇങ്ങനെ പൊങ്ങി താഴെയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവർക്കത്. നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അവർക്ക് പേടിയൊന്നും ഇല്ലാതെ നിന്നു. പക്ഷെ നമുക്ക് ചെറിയ കുട്ടികളുടെ കൂടെ വേണമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് സനു ഒപ്പം നിന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാളും ഇതിൽ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇവർക്കും അതെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇവിടെ വെച്ചിട്ട് കയറിയതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നുന്നുണ്ട് ഈ ഗ്രാവിറ്റിയിലാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര പേടിയായിട്ടാണ് കയറിയത്. പിന്നെ സനുവും മോനും ഏട്ടനൊക്കെ നിർബന്ധിച്ച് ഞങ്ങൾ നാലാളും കൂടി കയറിയിട്ട് ഏട്ടത്തിയമ്മയും അമ്മയും ഇല്ലായിരുന്നു. അയ്യോ അത് കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കറങ്ങുമ്പോഴേ നമുക്ക് നല്ല എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് നല്ല പേടിയായിരുന്നു കയറാൻ. പിന്നെ ഏട്ടനും മോനും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അങ്ങനെ കയറി. ഞാനും ഏട്ടനും ഒരു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് സനും മോനും വന്നിരുന്നു. അപ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കണ്ണൂർക്കാനൊക്കെ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറുന്നില്ല പറഞ്ഞതാണ്. പക്ഷേ ഏട്ടനും മോനും സനുവും ഒക്കെ നിർബന്ധിച്ച് അങ്ങനെ കയറിയതാണ്. പക്ഷെ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇനിയൊക്കെ ഒരു വട്ടം കൂടി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എഴുത്തമ്മയും അമ്മയും ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ആളല്ലേ ഉള്ളൂ. പിന്നെ അവർ ഞങ്ങളെ കൂക്കി വിളിച്ച് കണ്ടപ്പോൾ അവർക്ക് പേടിയായിട്ട് ഇതിലായിരുന്നായിരുന്നു. അപ്പോൾ അവൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഉറപ്പായും ചിരിച്ച് ചത്തിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ അതിൻ്റെ നമ്മൾ നിൽക്കണത്. അപ്പോൾ അത് വീഡിയോസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഭയങ്കര നിരാശ. ഇനിയും കയറണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇനി എല്ലാവരും അതൊരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഈ കാറിൽ എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. അപ്പോൾ അങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ടോ. അപ്പോൾ സാത്തിക്കുട്ടനും അതേ കരച്ചിൽ തുടങ്ങി. സാത്തിക്കുട്ടനും പിന്നെ അമ്മ ഉണ്ടായാൽ കുഴപ്പമില്ല, പിന്നെ ആരുട്ടനും ഞാൻ തന്നെ വേണം. അപ്പം എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടനും ആരാതും കൂടിയിട്ടാണ് പോകണം. അപ്പോൾ അവൾ ഇങ്ങനെ ഓരോ വണ്ടിയിൽ ഇടിക്കുമ്പോൾ ചിരിച്ച് ഇതാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും എല്ലാ റൈഡിലും കയറിയോണ്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുട്ടികളും ഉള്ളതല്ല, അപ്പോൾ അവരും വാശി പിടിച്ചിട്ട് നമുക്ക് ഫുൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ സിപ്പ് ലൈനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പോണൊക്കെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ക്രിക്കറ്റിൻ്റെ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഏട്ടൻ പോയി കളിച്ചിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഉള്ളിൽ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഒന്ന് ഉണർന്നു കേട്ടോ. പിന്നെ എല്ലാ സൺഡേസും ഏട്ടൻ പോയി കളിക്കാറുണ്ട്. എന്നാലും ഏട്ടൻ പറയണത് അത്ര കണ്ട് ഫോം ആയിട്ടില്ല എന്നാണ് കേട്ടോ. നല്ല നന്നായി കളിച്ചിട്ടേട്ടൻ. സാത്തോട്ടിന് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ ഒക്കെ കളിക്കുമ്പോഴേ അവൻ ഇങ്ങനെ കയ്യേട്ടുണ്ട്. ഓരോ ബാറ്റ് ചെയ്യുമ്പോഴും ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ കയ്യടിക്കിട്ടോ. അത് നല്ല ഇഷ്ടമായിരുന്നു. അത് ആരാധോനി ആദ്യമായിട്ട് കാണുന്നുണ്ട്. അവരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മൂന് വയ്യാറുണ്ട്, അവളൊരു ഭാഗത്ത് പോയിരുന്നു കേട്ടോ. ഇവന്മാർക്ക് രണ്ടാൾക്കും ഒരു ക്ഷീണമില്ല കേട്ടോ. അവരിങ്ങനെ ഓടി കളിക്കണം, ഒരു ഭാഗത്ത് ഇരിക്കണില്ല. അപ്പോൾ അവരുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.